ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സമകാലികവുമായ പ്രസക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ 3 ആവശ്യങ്ങളിൽ 1 മാത്രമാണ് അംഗീകരിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കലൂർ സ്റ്റേഡിയത്തിൽ വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ. അതിശൈത്യത്തിന്റെ പിടിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ശൈത്യതരംഗം തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമ ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. സനാതന ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സമകാലികവുമായ പ്രസക്തിയുണ്ടെന്നും അവ ശരിയായ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ മണ്ണാണിത്. അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ ആളിപ്പടരാതിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി VN വാസവൻ, MLAമാരായ B ജോയ്, ചാണ്ടി ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശിവഗിരിയിൽ നടക്കുന്ന കൃഷി, കൈത്തൊഴിൽ, വ്യവസായം, ടൂറിസം സമ്മേളനം കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വർക്കല ശിവഗിരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി P രാജീവ് അധ്യക്ഷത വഹിക്കും. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സായ നിമിഷപ്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. നിമിഷയുടെ മോചനത്തിനായി കുടുംബം നടത്തിവരുന്ന ശ്രമങ്ങൾ മനസ്സിലാക്കുന്നതായും കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയത് സംബന്ധിച്ച മാധ്യമ വാർത്തകളോട് പ്രസ്താവനയിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. യമൻ പൌരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇക്കാര്യം വ്യക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ജേഷ് ഗുപ്ത സംസ്ഥാന റവന്യൂ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് കത്തയച്ചു. പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രഖ്യാപനം ഏറെ സഹായകരമാകും. എന്നാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ 1 മാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. കേന്ദ്രം തീരുമാനമെടുക്കാൻ ഏറെ വൈകിയെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ. MLA അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലല്ല. കണ്ണു തുറക്കുകയും കൈകാലുകൾ ചലിപ്പിക്കുകയും ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണെന്നും ശ്വാസകോശത്തിലെ അണുബാധ കുറയാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നും മെഡിക്കൽ ടീം വ്യക്തമാക്കി. MLAയുടെ ചികിത്സയ്ക്കായി സർക്കാർ നിയോഗിച്ച ഡോക്ടർമാരുടെ സംഘവും ഇപ്പോൾ നടക്കുന്ന ചികിത്സ തുടരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം അപകടത്തിനിടയാക്കിയ പരിപാടിയുടെ നടത്തിപ്പുകാരിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിപാടി നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായതായും പോലീസ് അറിയിച്ചു. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേഡെക്സ് ഡോക്കിംഗ് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും PSLV C-60 ആണ് ദൌത്യ ഉപഗ്രഹങ്ങളായ STX-01 ചേസർ, STX-02 ടാർഗറ്റ് എന്നിവയെ ഭ്രമണപഥത്തിലെത്തിച്ചത്. ഉപഗ്രഹങ്ങൾ ഒരേ ഭ്രമണപഥത്തിൽ 20 കിലോമീറ്റർ അകലത്തിൽ ഭൂമിയെ വലം വെച്ച ശേഷം അകലം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരും. ഇതിനുശേഷമാകും ഇവ കൂട്ടിയോജിക്കുന്ന ഡോക്കിംഗ് പ്രക്രിയ. ഒരൊറ്റ പേടകമായി പ്രവർത്തിച്ച ശേഷം ഇവ അൺഡോക്കിങ്ങിലൂടെ വേർപെട്ട് വീണ്ടും 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി മാറും. ദൌത്യം വിജയിക്കുന്നതോടെ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. എല്ലാ പൌരന്മാർക്കും ഭരണഘടനാപരമായ നീതി ഉറപ്പുവരുത്തുന്നതിനായി ക്രമസമാധാന രംഗത്ത് നിർണായക പരിഷ്കാരങ്ങൾക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2024 തുടക്കം കുറിച്ചത്. 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയത് മന്ത്രാലയത്തിന്റെ സുപ്രധാന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
ഇരയാക്കപ്പെടുന്നവർക്ക് നീതി ഉറപ്പുവരുത്തുന്നതിനാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയത്. നീതി നിർവഹണത്തിലെ കാലതാമസം ഒഴിവാക്കി അതിവേഗ വിചാരണ ഉറപ്പുവരുത്താനാണ് ഇവയിലൂടെ ലക്ഷ്യമിടുന്നത്. നിയമം നടപ്പാക്കൽ അനായാസമാക്കുന്നതിനായി ഈ സാക്ഷ്യ, ന്യായ സേതു, ന്യായശ്രുതി ആപ്പുകൾക്കും ആഭ്യന്തര മന്ത്രാലയം തുടക്കം കുറിച്ചു. പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതും ജമ്മു കാശ്മീരിനെ ഭീകരവാദരഹിതമാക്കുന്നതിന് സ്വീകരിച്ച നടപടികളും 2024 നേട്ടങ്ങളായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. നക്സൽ ഭീകരവാദം തുടച്ചു നീക്കുന്നതിനായുള്ള ശക്തമായ നടപടികളും ഇക്കാലയളവിൽ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. മഹാകുംഭമേളയോടനുബന്ധിച്ച് 3000 പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നടക്കുന്ന കുംഭമേളയ്ക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് പൂർത്തിയായി വരുന്നത്. പ്രയാഗ്രാജിലെ 9 റെയിൽവേ സ്റ്റേഷനുകളിലായി 560 ടിക്കറ്റ് കൌണ്ടറുകൾ ക്രമീകരിക്കുന്നതിന് പുറമെ ട്രെയിൻ ടിക്കറ്റുകൾ 15 ദിവസം മുൻകൂട്ടി നൽകുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതിശൈത്യത്തിന്റെ പിടിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുകയും രാത്രി താപനില 8 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്തു. ജമ്മുകശ്മീർ, ഹിമാചൽ, UP, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശൈത്യതരംഗ സാഹചര്യം 2 ദിവസം കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മൂടൽമഞ്ഞിനെ തുടർന്ന് 30 ട്രെയിനുകൾ വൈകി ഓടുകയാണെന്ന് റെയിൽവേ അറിയിച്ചു. കർണാടക എക്സ്പ്രസ്, സമ്പർക്ക് ക്രാന്തി, തേജസ് രാജധാനി തുടങ്ങിയവയാണ് വൈകി ഓടുന്ന ട്രെയിനുകൾ. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. പുതുവർഷാഘോഷങ്ങൾക്കുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ എങ്ങും പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിലും പുതുവർഷത്തോടനുബന്ധിച്ച് ഒട്ടേറെ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. കോവളം, വർക്കല, ഫോർട്ട് കൊച്ചി, മൂന്നാർ, കുമരകം തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പുതുവർഷം ആഘോഷമാക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. മകരവിളക്ക് മഹോത്സവത്തിനായി ഇന്നലെ വൈകുന്നേരമാണ് നട തുറന്നത്. പമ്പയിലെ തത്സമയ ബുക്കിംഗ് കൌണ്ടറിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 14 നടക്കുന്ന മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി 13, 14 തീയതികളിൽ തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തും. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് പ്രയാണം തുടങ്ങിയത്. ജനുവരി 3 യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കും. ജനുവരി 4 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 249 ഇനങ്ങളിലായി 15,000-ഓളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ രാജ്യത്തുണ്ടായത് $667 ബില്യൺ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണെന്ന് കേന്ദ്ര സർക്കാർ. 2014 സെപ്റ്റംബർ 25 ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് രാഷ്ട്ര നിർമ്മാണത്തിലെ സുപ്രധാന ചുവടുവയ്പായി മാറാൻ സാധിച്ചതായാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ആഗോള നിർമ്മാണ രംഗത്തെ മുൻനിര രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനും കഴിഞ്ഞ 10 വർഷത്തിനിടെ പദ്ധതിക്ക് സാധിച്ചു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളിനെ നേരിടും. ഗച്ചിബൌളി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 16 തവണ സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തിയിട്ടുള്ള കേരളം 7 തവണ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. 32 തവണ കിരീടം സ്വന്തമാക്കിയ ബംഗാൾ ഇത് 47ാം തവണയാണ് കലാശപ്പോരിന് ഇറങ്ങുന്നത്. ന്യൂയോർക്കിൽ നടന്ന ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ വൈശാലി രമേശ് ബാബു നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. 11 റൌണ്ടുകളിൽ നിന്നും 9.5 പോയിന്റുകളോടെ ഒന്നാമതെത്തിയാണ് വൈശാലി നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് നഷ്ടത്തിൽ 77,999-ലും നിഫ്റ്റി 52 പോയിന്റ് നഷ്ടത്തിൽ 23,592-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 56,880-ഉം ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 7,110 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സമകാലികവുമായ പ്രസക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ 3 ആവശ്യങ്ങളിൽ 1 മാത്രമാണ് അംഗീകരിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ.
കലൂർ സ്റ്റേഡിയത്തിൽ വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ. അതിശൈത്യത്തിന്റെ പിടിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ശൈത്യതരംഗം തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമ ബംഗാളിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.